നമസ്കാരം. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം അതിവിചിത്രമായ വഴികളിലേക്ക്. ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാവാത്തതും അറസ്റ്റുകൾ ബാക്കിയുള്ളതുമാണ് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് തടസ്സമാകുന്നത്. കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റുകളുണ്ടായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്ത SIT നടപടി നീളുന്നത് പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടാൻ ഇടയാക്കുന്നുവെന്ന വിമർശനം വ്യാപകമാണ്. ഭാഗികമായ കുറ്റപത്രം നൽകാത്തത് എന്താണെന്നും അന്വേഷണം ഇഴയുന്നത് എന്താണെന്നുമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനിടെ യഥാർത്ഥ പ്രതികളെയും ഉന്നതരെയും തൊടാൻ മടിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പ്രതികളാക്കാൻ നോക്കുന്നത് ശബരിമലയിൽ ദൈവപ്രശ്നം നടത്തിയവരെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ ബംഗളൂരുവിലെ വമ്പൻ സ്വർണ്ണക്കടയാണ്. കേരളത്തിൽ വേരുകളുള്ള വമ്പൻ ഗ്രൂപ്പിനെ വെറുതെ വിടുന്നു. എന്നാൽ തന്ത്രിയെയും ദൈവപ്രശ്നം നടത്തിയവരെയും വെറുതെ വിടുന്നതുമില്ല. 2018 നടന്ന ദേവപ്രശ്നത്തിലെ കണ്ടെത്തലുകൾ സ്വർണ്ണ കവർച്ചയ്ക്ക് മറയാക്കിയോ എന്നാണ് പോലീസിന്റെ സംശയം. ഭഗവാന്റെ ശ്രീകോവിൽ വാതിലിനും കട്ടളയ്ക്കും വൈകല്യമുണ്ടെന്ന ദേവപ്രശ്ന വിധി വിശ്വസിച്ച് നവീകരണം നടത്തിയതിന്റെ മറവിൽ സ്വർണം കടത്തിയെന്നാണ് ആരോപണം. വിശ്വാസത്തിന്റെ ഭാഗമായി ദേവപ്രശ്നം നടത്തിയ ജ്യോത്സ്യന്മാരുടെ മൊഴിയെടുക്കാനുള്ള പോലീസിന്റെ നീക്കം ഭക്തർക്കിടയിൽ വൻ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നടന്നത് വൻ ആസൂത്രിതമാണെന്ന് വ്യക്തമാണ്. 1998 സ്വർണം പൊതിഞ്ഞ വാതിൽ 2019 മാറ്റിയതിന്റെ മറവിലാണ് വലിയ തോതിൽ സ്വർണം കടത്തിയത്. എന്നാൽ കേസിൽ മുഖ്യപ്രതിയായ മുരാരി ബാബുവിന് സ്വാഭാവിക ജാമ്യം ലഭിക്കുവാൻ പോലീസ് കുറ്റപത്രം സമർപ്പിക്കാതെ 90 ദിവസം കാത്തിരുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദമാണ് കുറ്റപത്രം വൈകുവാൻ കാരണമെന്നാണ് സതീശന്റെ ആരോപണം. ദ്വാരപാലക ശില്പം പോലും കടത്തിയ സംഭവത്തിൽ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ഉയർത്തിയ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും സതീശൻ വ്യക്തമാക്കി. സ്വർണ്ണക്കള്ളന്മാരെ പിടിക്കുന്നതിന് പകരം ആചാരപരമായ കാര്യങ്ങൾ നിർദ്ദേശിച്ചവരെ പ്രതിക്കൂട്ടിലാക്കി കേസ് അട്ടിമറിക്കാനാണ് സർക്കാരിന്റെ നീക്കമെന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. ശബരിമലയിലെ സ്വർണം എങ്ങോട്ട് പോയെന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാതെ അന്വേഷണം വഴിതിരിച്ചുവിടുകയാണ് SIT ചെയ്യുന്നത്. ബംഗളൂരുവിലെ വമ്പൻ സ്വർണ്ണക്കടയ്ക്ക് വേണ്ടി ശബരിമലയിൽ സ്പോൺസറായതും പോറ്റിയാണ്. ഈ ഗ്രൂപ്പിലെ പ്രധാനിക്കെതിരെ ബംഗളൂരുവിൽ നിരവധി കേസുകളുണ്ട്. എന്നിട്ടും ഈ ഗ്രൂപ്പിലെ ആരെയും പോലീസ് ചോദ്യം ചെയ്തിട്ടുമില്ല. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.